ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസെ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ ഒക്കെ ചെയ്യാൻ പോകുന്നത് കോരി ഫീച്ചറിങ് ജ്യൂസ് ബോയ് കളം എന്നാണ് ട്രാക്കിൻ്റെ പേര്. ഇറ്റ്സ് പ്രൊഡ്യൂസ് ബൈ എബിൻ MC, വിഷ്വലൈസർ രോഹിത് RA ആൻഡ് ഇമാനുവൽ എക്സ് മ്യൂസിക് ആണ് ഇതിൻ്റെ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ്. ഇമാനുവൽ ആണ് മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കേട്ടിട്ട് ബാക്കി ഇങ്ങനെ സംസാരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സോ ഇതിൻ്റെ വിഷ്വലൈസർ തന്നെ ഉള്ളത് ഒരു തമ്പുരാൻ ചമഞ്ഞിരിക്കുന്ന ഒരു വയറൊക്കെ ചാടിയിട്ടുള്ള മേത്തറച്ച് സ്വർണ്ണമൊക്കെ ഉള്ള ഒരാൾ, ഒരു കളം എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ ഇരുന്നിട്ട് അവിടെ നിറച്ച് ചോരയുണ്ട്. ആൻഡ് ലൈക്ക് ടിക് ടാക് ടോ ഗെയിം ഉണ്ടല്ലോ, മറ്റേ ചൂത് അങ്ങനെയൊക്കെ പറയാം, ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ബട്ട് ഹീസ് പ്ലേയിങ് വിത്ത് പീപ്പിൾസ്. അവരുടെ ബോണും തലകളും ഒക്കെ വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. സോ ലൈക്ക് അടിച്ചമർത്തല്, അടിമത്തം, അധികാരം, തെറ്റായ ആളുകളുടെ അടുത്ത് കിട്ടുന്ന അധികാരങ്ങളെ കുറിച്ചൊക്കെയാണ് ട്രാക്ക് പറയുന്നത്. സോ നമുക്ക് ഓരോന്നോരോന്ന് പറയുന്നതിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. നല്ല നമസ്കാരം കാലമേ, കെട്ട കാലമേ, ഇത് പാട്ടാ കൂത്താ പെടക്കണ വാക്കാ കരുതി തെറ്റിദ്ധരിക്കേണ്ട. സോ ഹീ സ്റ്റാർട്ടിങ് വിത്ത് കളിയാക്കുന്ന പോലെ, ഇപ്പൊ കൂപ്പറിന്റെ വിനീതമായി കുപ്പുക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടാ തുടങ്ങുന്നത്. നല്ല നമസ്കാരം കാലമേ. ഈസ് ലൈക്ക് ചലഞ്ചിങ് ആൻഡ് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹാപ്പനിങ് അറൌണ്ട് ഹിം. അതുകൊണ്ട് തന്നെ നല്ല നമസ്കാരം കാലമേ, കെട്ട കാലമേ, ഇത് പാട്ടാ കൂത്താ പെടക്കണ വാക്കാ കരുതി തെറ്റിദ്ധരിക്കേണ്ട. ലൈക്ക് ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ലൈക്ക് നിങ്ങളുടെ ഡാൻസ് പാട്ടാണ്, നിങ്ങൾക്ക് വൈബ് ചെയ്യാൻ തുള്ളാൻ പറ്റിയ പാട്ടാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇതെൻ്റെ പ്രതിഷേധമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഹിയർ ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. തലകുലുക്കി കേൾക്കാണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക. പ്രതിഷേധം അതെ, കരിമൂടിയ ലോകത്ത് മനസ്സിൽ മതമിട്ട് വാറ്റണ കാലന്മാരെ, ഇരുളുമൂടിയ ലോകത്ത് ലൈക്ക് മനസ്സിൽ മതം കൊണ്ട് നടക്കുന്ന കാലന്മാര്, ലൈക്ക് മനസ്സിൽ മതം കൊണ്ട് നടക്കുന്ന ശത്രുക്കൾ, ചെറുമക്കട ശോരന്മാരെ. ചെറുമക്കടെ ശോരന്മാരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരെ. ഇത് പ്രതിഷേധം, ഇത് അവർക്കൊക്കെ ഉള്ള പ്രതിഷേധമാണ്. മതത്തിനെതിരെ, അടിച്ചമർത്തലിനെതിരെ ഒക്കെ ഉള്ള എന്റെ പ്രതിഷേധമാണിത്. അതെ, അധികാരം പല നിറമായി എടുത്തണിഞ്ഞവർക്ക് തിരുവിൻ പാത കാട്ടിനി നീ നീജ. അധികാരം പല കോലത്തിൽ അണിഞ്ഞവർക്ക് നീ അവരുടെ മൂട് താങ്ങാൻ പോയിട്ടുള്ള ആളുകൾക്കുള്ള, അധികാരികൾക്ക് മാത്രമല്ല അധികാരികളുടെ മൂട് താങ്ങാൻ പോകുന്ന പലർക്കും എതിരായിട്ടുള്ള സംസാരമാണ് ഇതിന്റെ. ഇതെന്റെ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ഹി ഈസ് കോളിംഗ് നീ നീചനാണ്. കളമങ്ങ് വരച്ച് അകത്ത് നീയും പുറത്ത് ഞാനും. സോ യു ആർ മേക്കിംഗ് ഡിസ്ക്രിമിനേഷൻ, യു ആർ ഡ്രോയിങ് ലൈൻസ് ബിറ്റ്വീൻ us. ആൻഡ് ദെൻ മനസ്സിൽ നിറച്ച് വെറുപ്പാം അതിലത് മരിപ്പതോളം. നിന്റെ മനസ്സ് നിറയെ വെറുപ്പ് മാത്രമാണുള്ളത്. കാലം അത് കെട്ടിമടുത്തൊരു കോലം, അത് കൊണ്ട് നടക്കണതാനും അത് കണ്ടു ചിരിക്കാൻ ഞാനും. കാലം പല കോലങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കൊണ്ട് നടക്കണ താനും. നീ അതിനനുസരിച്ച് നീ നിന്നെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കണ്ടു ചിരിക്കണം ഞാനും. എനിക്കിതൊക്കെ കാണുമ്പോൾ നിന്നോട് പുച്ഛമാണ് തോന്നുന്നത്. വാട്ട് ദ ഹെൽ യു ആർ ഡൂയിങ് എന്നുള്ള രീതിയിൽ എനിക്ക് നിന്നോട് പുച്ഛമാണ്. കാലങ്ങൾ കടന്നു പോകുന്നു, 100,000 കഥ മെനയുന്നു ഇവിടെ നാനാവിധം. പല കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി, കഥ മെനയുന്നു ഇവിടെ നാനാവിധം. ഇവിടെ പലരും പല കഥകളും വിശ്വസിക്കൽ ഏതാന്ന് പോലും അറിയാത്ത രീതിയിൽ പല കഥകളും അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നു. മതങ്ങൾ പൊട്ടുന്നു, മനുഷ്യ കോലാഹലം. ഇവിടെ മതങ്ങൾ എന്ന് പറയുന്നത് മതം പൊട്ടുന്നു, മനുഷ്യനും മതം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഈസ് ഗോയിങ് ഇൻസെയിൻ എന്നുള്ള രീതിയിൽ മതങ്ങൾ പൊട്ടുന്നു, മനുഷ്യൻ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് ദെൻ മതങ്ങൾ പൊട്ടുന്നു, പുതിയ മതങ്ങൾ പൊട്ടിമുളച്ചു വരുന്നു. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ലീഡിങ് ടു മനുഷ്യന്റെ കോലാഹലങ്ങളിലേക്ക്. മനുഷ്യന്മാർ തമ്മിൽ വരച്ച് ലൈക്ക് ദേ ആർ ഡിസ്ക്രിമിനേറ്റിംഗ് ദംസെൽഫ്. നീ എൻ്റെ മതത്തിലുള്ളതല്ല, ഞാൻ നിന്റെ മതത്തിലുള്ളതല്ല, നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ. മറന്നു പോകുന്നു മനുഷ്യത്വം ഞാനാരാ. ഈ ഒരു കാരണങ്ങളിലൂടെ ഡിസ്ക്രിമിനേഷൻ, മതം, ഇങ്ങനത്തെ അധികാരികൾ, ലൈക്ക് ഇങ്ങനത്തെ പല കാരണങ്ങളും കൊണ്ട് മനുഷ്യത്വം മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. What I gotta do to get it through to you to make it see reality, I'm just a man. What I gotta do to get it through to you to make you see reality, I'm just a man. നിങ്ങളിത് മനസ്സിലാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് നമ്മളെല്ലാവരും മനുഷ്യരായിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മളെല്ലാവരും ഈക്വലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനും സാധാരണ ഒരു മനുഷ്യനാണ്, നീയും സാധാരണ ഒരു മനുഷ്യനാണ്. ദാറ്റ് റിയാലിറ്റിയാണ് നമ്മളെല്ലാവരുടെയും തലയിൽ വേണ്ടത്.
ലൈക്ക് നമ്മളെ മേത്ത് കൂടെ ഓടുന്നതൊക്കെ ചുവപ്പ് ചോര തന്നെയാണ്. ആ ഒരു ബോധം മതി. അതിന്റെ മേലേക്ക് മറ്റൊരു മതത്തിന്റെ ലേബല്, തറവാടിന്റെ ലേബല്, സ്ഥാനത്തിന്റെ ലേബല്. വി ഡോണ്ട് നീഡ് ഓൾ ദീസ് തിങ്സ്. Man with a plan, but a menace in the face of a man with no land. Getting trampled by the bigger hand. Damn all the rules that were stolen by the winning man. Stand for the truth, but they label me a villain. I'm branded by the past, but I'm walking with a bigger plan. Bigger than before, baby, know that I'm. ലക്ഷ്യമുള്ള മനുഷ്യരെ എന്നും അധികാരികൾക്ക് പേടിയാണ്. ആൻഡ് അടിച്ചമർത്തുന്നവർക്ക് എന്നും അവരൊരു ഭീഷണി തന്നെയാണ്. അധികാരമുള്ളവര്, ഇവിടെ വിജയിച്ചിരിക്കുന്നവര്, പണക്കാര്, അവര് നമ്മുടെ രീതിയെ, അടിസ്ഥാനത്തെ, അതൊക്കെ കൾച്ചറിനെയൊക്കെ മോഷ്ടിക്കുന്നു. അവരുടെ രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് സ്റ്റോൾ എന്നുള്ളത് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് പറയാം. അവർ കട്ടെടുത്തിട്ട് അവരുടെ രീതിയിൽ അതിനെ പൊളിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ബട്ട് ദേ ലേബൽ മീ എ വില്ലൻ ഐ ആം. ലൈക്ക് ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അവരെന്നെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. And I don't give a fuck about that. Then branded by the past, I'm walking with a bigger plan. എൻ്റെ പല ചെയ്ത്തുകളും കണ്ട് അവരെന്നെ ലേബൽ ചെയ്യുമ്പോഴും എന്നെ മറ്റു പേരുകൾ വിളിക്കുമ്പോഴും ഐ എം വാക്കിംഗ് വിത്ത് എ ബിഗർ പ്ലാൻ. എൻ്റെ മുന്നിൽ കാണുന്നത് വലിയൊരു പ്ലാനാണ്. ദാറ്റ് ഈസ് ഇക്വാലിറ്റി, മനുഷ്യത്വം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബിഗർ ദാൻ ബിഫോർ യു നോ ദാറ്റ് ഐ ആം അൺസ്റ്റോപ്പബിൾ, ഐ എം സോ ഫാസ്റ്റ്. നിന്നെക്കാളും ഞാൻ സ്ട്രോങ് ആണ്, നീ വിചാരിക്കുന്നതിന് മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പോലത്തെ ഒരു വേറെ അപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഐ എം ബെറ്റർ ദാൻ യു, ഐ ക്യാൻ ഡൂ ദിസ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഭയങ്കര അണ്ടർലൈൻ സ്റ്റേറ്റ്മെന്റ് ആണത്. ബിഗർ ദാൻ ബിഫോർ ബേബി യു നോ ദാറ്റ് ഐ ആം. ആൻഡ് ദെൻ Never gonna quit. You know that I feel the same. Divided by color, decided the ruler. Another reformer, united by power of all. Divided by color. ഈ നിറം കാരണം മാറ്റി നിർത്തുന്നത് കറുപ്പ് വെളുപ്പ് എന്നുള്ള രീതിയിൽ. ഡിസൈഡഡ് എ റൂളർ. അവര് റൂളേഴ്സ്, ഓരോ അധികാരികൾ പറയുന്നത് അവൻ അങ്ങനെ ചെയ്യട്ടെ, അവൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത്. അനദർ റിഫോമർ, I'm another reformer. I'm something different. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാളും ഞാൻ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഐ എം പ്രോമിസിങ് ഗുഡ് ചേഞ്ച്. ഒരു നല്ലൊരു മാറ്റത്തിനായിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകളും എല്ലാം ഉപയോഗിക്കുന്നത്. ആൻഡ് ദെൻ യുണൈറ്റഡ് ബൈ പവർ ഓഫ് ഓൾ. മേലെ പറഞ്ഞ ഡിവൈഡഡിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് യുണൈറ്റഡ് ബൈ പവർ ഓഫ് ഓൾ. ലൈക്ക് മേലത്തെ ഡിവൈഡഡ് എന്നുള്ളത് യൂണിറ്റി, ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ ഒത്തുനിന്നാലേ പല ശക്തികളെയും പല കാര്യത്തിലെയും നമ്മൾ എതിർക്കാനും അതിനെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കാനും എല്ലാത്തിനും സാധിക്കുള്ളൂ. മനുഷ്യൻ ഒത്തുപിടിച്ചാൽ മലയും പോരുന്നൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. Religion killing them, empathy getting majority, be an anomaly. Religion killing them, empathy getting majority, be an anomaly. ചില മതങ്ങൾ മനുഷ്യരിലെ കരുണയെ ഇല്ലാതാക്കുന്നുണ്ട്. മെജോറിറ്റിയുടെ പിറകെയാണ് പലരും പോകുന്നത്. Be anomaly, be different from that. What's in the box or what do you want? No justification, enemy. What's in the box or what do you want? No justification, enemy. What's in the box എന്ന് പറയുന്നത് I think it's ഒരു റെഫറൻസ് ഫ്രം ദ സെവൻ മൂവി കണ്ടവർക്ക് അറിയാം. അതൊരു ഫേമസ് ഡയലോഗാണ്. വാട്ട്സ് ഇൻ ദ ബോക്സ് എന്ന് പറയുന്നുണ്ട് ബ്രാഡ് പിറ്റ്. സോ വാട്ട്സ് ഇൻ ദ ബോക്സ്, ഇറ്റ്സ് ലൈക്ക് എ ഡേഞ്ചറസ് അൺനോൺ. ലൈക്ക് നമുക്ക് അറിയാത്തൊരു കാര്യത്തിന്റെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട്സ് ഇൻ ദ ബോക്സ് ഓർ വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നോ ജസ്റ്റിഫിക്കേഷൻ. ആർക്കും ഒന്നും പറയാനില്ല. ജസ്റ്റ് എനിമി. അവൻ എന്താണ്, അവന് എന്തുകൊണ്ടാണ് എനിമി എന്ന് പോലും അവർക്ക് അറിയൂല. ബട്ട് ദേ ആർ തിങ്കിങ് ഹി ഈസ് എനിമി. ലേബൽസ് കാരണം. വെളിച്ചം മായുമ്പോൾ മായങ്ങൾ കാട്ടുന്നോർ ചുടുചോര ചുവപ്പിന്റെ ജാതി മതോന്നി പറ. വെളിച്ചം മായുമ്പോൾ മായങ്ങൾ കാട്ടുന്നോർ. ഇവിടെ ഇരുട്ടാവുന്നതിനനുസരിച്ച് അവരുടെ കൺകെട്ട് കൊണ്ടും അവരുടെ ചതികൾ കൊണ്ടും മനുഷ്യരെ വേറെ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. മായങ്ങൾ കാട്ടുന്നോർ. ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ് റിലീജിയസ് കാര്യങ്ങളിലേക്ക്. ദെൻ ചുടുചോര ചുവപ്പിന്റെ ജാതി മതം നീ പറ. ഈ ചോര ചുവപ്പാണ്, അതിന് നീ എന്ത് ജാതി ഇട്ടാണ് വിളിക്കുന്നത്? പാട്ടുകൾ പാടി This is my favorite line, this one, right? Ratatata ആട്ടമതാടി പാട്ടുകൾ പാടി. Okay, it's clear. കോട്ടുവ കതർ തടിയൻ തിരയാൻ മരിപ്പിൻ കുറിക്കാൻ കടല. ലൈക്ക് രാഷ്ട്രീയക്കാര്, അതായത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നടക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല, ലൈക്ക് നാട്ടിലും കുറേ ഇങ്ങനത്തെ നടക്കുന്ന ആളുകളുണ്ടാവും. പല നാട്ടുകാരുണ്ടാവും ഇങ്ങനെ. they will think that they are something. അവരെന്തോ ആണെന്നുള്ള രീതിയിൽ അവർ നമ്മളുടെ സങ്കടത്തിൽ ഒത്തുചേരുന്ന പോലെ നമുക്ക് തോന്നും. ബട്ട് നമ്മൾ മരിച്ചു കിടന്നാലും they are there at our funeral only because അവിടെ കുറിക്കാൻ കിട്ടുന്ന കടല തിന്നാനാണ്. അത്രയും വൃത്തികെട്ട ആളുകൾ ഭൂമിയിലുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. ആൻഡ് കാലുമ്മ കാ വെച്ച് കരയണ മുതല. കാലുമ്മ കാല് വെച്ചിട്ട് അവർ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കും. they are not sad because of what you are or what
യു ഹാവ് ബിൻ ത്രൂ, നിനക്ക് പറ്റുന്ന എന്തിലും ദേ ഡോണ്ട് കെയർ. ബട്ട് അവർ നിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കാലുമ്മ കാ വെച്ച് കരയണ മുതല. ആൻഡ് ദെൻ പെടക്കണ കയ്യാന്ന് പറഞ്ഞാൽ they have the strength to do something, they have the strength to act on something. ലൈക്ക് അവർക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് അവർക്ക്. ദെൻ കഠിന ചുമതലകൾ ഒതുക്കണമെയ്യ, ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ലൈക്ക് അവര് അതിനെ ഒതുക്കി മടിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ചത്തത് വോ ഹമാര നെഹി ഭയ്യ, അത് നമ്മുടെ ആളല്ലല്ലോ മരിച്ചത്, അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. അത് നമ്മുടെ ആളാണെങ്കിൽ നമുക്ക് നോക്കിയെന്ന്. വീട്ടിന്റെ പുറത്ത് ബോംബ് വീഴുന്നവരെ നമ്മൾ മിണ്ടാണ്ടിരിക്കും. നമുക്കത് അതുവരെ നമുക്കത് സ്റ്റോറികളാവാം, നമുക്കത് വെറും വാട്സപ്പ് ഫോർവേഡഡ് മെസ്സേജസ് ആവാം. അൺടിൽ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ യുവർ ഹോം അതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ അല്ലെങ്കിൽ ഫോർവേഡഡ് മെസ്സേജസ് ആവാം. അലയും നീ കഴുകന്മാർ പല നാളായി നാം ഇപ്പോൾ അന്ധന്മാർ. ഇവര് കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോ ഇവരെ കണ്ടിട്ടും കാണാത്ത മാതിരി നടിക്കുന്ന അന്ധന്മാരാണ് നമ്മളിവിടെ. ഇനി നമുക്ക് ഇതിനും വേണ്ടിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള സമയം അധികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നീ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ്, യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. ആൻഡ് ദെൻ അവസാനം നിനക്ക് പണി വരുമ്പോ നീ ചുമ്മാ കരഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യു വാണ്ട് ടു ആക്ട് ഓൺ ഇറ്റ്, യു ഹാവ് ടു ആക്ട് നൗ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ നീ സംസാരിച്ചാലേ, നീ അതിനെതിരെ ലൈക്ക് പ്രയത്നിച്ചാലേ നിനക്ക് അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒക്കെ കഴിഞ്ഞ് അവസാനത്തെ ആ സമയത്ത് മറ്റേ കഴുത്തിൽ കത്തിയിരിക്കുന്ന സമയത്ത് അവിടം വെച്ചിട്ട് രക്ഷപ്പെടാൻ ഇറ്റ്സ് നോട്ട് ഫെയറി ടെയിൽ. മനസ്സിലായ ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, നീ എൻ ചെറു പുഞ്ചിരി കണ്ണീരാക്കി ഞാൻ എന്നുടെ കണ്ണീർ വരികളാക്കി, മാൻ ആൻഡ് കരിമാനം നിലം മണത്തപ്പോ ഞാൻ എഴുതിയ വരികൾ പടയൊരുക്കി. ഇങ്ങനത്തെ അടിച്ചമർത്തലുകളും എല്ലാം കൂടിക്കൂടി വരുമ്പോ എൻ്റെ വരികൾ എനിക്ക് പടയാളികളായിട്ട് നിനക്കെതിരെ വരും. Man, Corey, that was ഒന്നും പറയാനില്ല. So let me continue. എനിക്ക് ബ്രോ എബിൻ ആ സിത്താറ്. ഓക്കെ, one thing to say, ഇതുപോലുള്ള മലയാളം ഹിപ്പ് ഹോപ്പ് ട്രാക്കുകളാണ് നമുക്ക് വേണ്ടത്. ലൈക്ക് വി ഹാവ് ടു കീപ്പ് ഓൺ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ദിസ് അധികാരികൾ, ഈ ഒന്നും ചെയ്യാത്ത നീചന്മാർ, ഇവരൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ബാക്കിയുള്ള മീഡിയാസൊക്കെ ക്ലിക്കിനും ട്രെൻഡിനും പിറകെ പോവുള്ളൂ. അവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ പറയണം. എന്നാലേ ഞാനോ നിങ്ങളോ ഇതുപോലെ ഒരു 5 ആളുകളെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ബോധങ്ങളും ചിന്തിക്കാനുള്ളതൊക്കെ വരുള്ളൂ. നമ്മളിത് മറന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശക്തി അപ്പുറത്ത് കൂടുന്നതാണ്. സോ ദിസ് ഈസ് മൈ ഫുൾ ബ്രേക്ക് ഡൗൺ ഓഫ് കളം ബൈ കോരി, പ്രൊഡ്യൂസ്ഡ് ബൈ എബിൻ MC ഫീച്ചറിങ് ജ്യൂസ് ബോയ്. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിൽ കമൻറ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് താഴേക്ക് പോവാം. യു നോ ദ ഗെയിം. സോ ദിസ് ഇസ് ബൈസി സൈനിങ് ഔട്ട്. അതുപോലത്തുള്ള കൂടുതൽ മലയാളം ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. Peace.